ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ചപ്പോൾ ഇറാൻ ഒമാൻ ഒഴികെയുള്ള സുന്നി രാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ചു. എന്തിനാണ് ഇറാൻ ഈ സുന്നി രാജ്യങ്ങളെ ആക്രമിക്കുന്നത്? നല്ല ചോദ്യം. ഇറാൻ ഷിയ രാജ്യം ആണ്. ബാക്കി കാണുന്നതൊക്കെ കുറച്ച് ഷിയയാണ് ഈ ഹൂത്തികൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ പലയിടത്തും ചെറിയ തോതിലൊക്കെ ഷിയാകൾ കാണും. കേരളത്തിലും ചെറിയ തോതിൽ ഷിയാകളുണ്ട്. മലപ്പുറത്തൊക്കെ ശക്തിപ്പെട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവര് സുന്നികളായിട്ട് തന്നെ ഭാവിച്ചൊക്കെ നടന്നിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇപ്പൊ മാപ്പിളകളുടെ കാലത്ത് കൊണ്ടോട്ടിയിലെ തങ്ങള് ഷിയ ആയിരുന്നു ആ കാലത്ത്. കാരണം ക്യാപ്റ്റൻ മക്കൻ റോയ് എന്ന് പറയുന്ന ആള് മറ്റേ മാപ്പിളമാരെ സുന്നികളെ ആക്രമിക്കാനായിട്ട് പോകുമ്പോൾ കൊണ്ടോട്ടി തങ്ങൾ കുതിരപ്പുറത്ത് വരുന്നൊരു ചിത്രമൊക്കെ ഉണ്ട്. ഇദ്ദേഹം കാണുമ്പോൾ അദ്ദേഹം ആ താവളത്തിലില്ല, കൊണ്ടോട്ടി തങ്ങൾ. പിന്നെ വന്നു എന്ന് കണ്ടിട്ട് കൊണ്ടോട്ടി തങ്ങൾ കണ്ടിട്ട് പുറത്തുനിന്ന് വന്ന ആളുകളാണ് ഈ കൊണ്ടോട്ടി തങ്ങൾമാരെന്ന് പറയുന്ന ഷിയ ആയിരുന്നു ആ കാലത്ത്. അവര് ബ്രിട്ടന്റെ കൂടെ മാപ്പിളമാർക്കെതിരായി അന്ന് നിലകൊള്ളുകയും ചെയ്തു ആ മാപ്പിള കാലത്ത്. അപ്പോ ഇപ്പൊ കശ്മീരില് ഷിയാകൾ ഇപ്പോ ഖമനയെ തട്ടിക്കഴിഞ്ഞപ്പോ അവിടെ ഷിയാകൾ ചൂടായിട്ടുണ്ട് കുറെ പേര്. 15% മറ്റേ പാകിസ്ഥാനിലുള്ള ഷിയാകളും ചൂടായിട്ടുണ്ടാവും. ഇത് പാകിസ്ഥാനിന് വലിയ പ്രശ്നമാണ്. എന്താന്ന് വെച്ചാൽ ഇറാന്റെ അതിർത്തി ഉണ്ട് പാകിസ്ഥാനില്. അപ്പൊ ഈ അഭയാർത്ഥി പ്രവാഹം വരുമ്പോ അത് പാകിസ്ഥാനിലേക്ക് കൂടി ഈ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവും. ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഇതൊക്കെ സംഭവിക്കും. പിന്നെ മറ്റേ പാകിസ്ഥാന് വേറെ പ്രശ്നമുണ്ട്. ഹമാസിനെ തകർക്കാനായിട്ട് സേനയെ സുന്നി സേനയെ അയക്കുമ്പോ അപ്പോഴും ഈ പ്രശ്നം പാകിസ്ഥാന്റെ അകത്ത് ആഭ്യന്തര കലാപം ഉണ്ടാവും. അത് വേറെ വിഷയമാണ്. ഇതിന്റെ അകത്ത് നബി 632 നബി മയ്യത്താവുന്നു. അത് കഴിഞ്ഞപ്പോ ഈ പിൻഗാമി ആരായിരിക്കണം എന്നുള്ള തർക്കം വരും. ഒരാള് പരമോന്നത നേതാവ് മരിക്കുമ്പോ തർക്കം വരുമല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പൊ ഈ ഖൊമൈനി മരിച്ചു കഴിഞ്ഞപ്പോ ഖമനയി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ആയത്തുള്ളയാണ് ഈ പിൻഗാമി ആകേണ്ടത്. ഈ ഖമനയി ആയത്തുള്ള ആയിട്ടുണ്ടായിരുന്നില്ല. അത്രയും പഠനം അയാൾ നിർവഹിച്ചിരുന്നില്ല. അപ്പോ വേറെ കൊള്ളാവുന്ന ആളുകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അന്നത്തെ പ്രസിഡന്റ് ഒക്കെ കൂടെ നിന്നത് കൊണ്ട് ഖമനയി രക്ഷപ്പെട്ടു പോന്നതാണ്. അപ്പൊ ഒരു തർക്കം. ഇപ്പൊ മോജ്താബ മകൻ പിൻഗാമിയാകണം എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ തർക്കമൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇപ്പോ അന്ന് തർക്കം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് നബിയുടെ അലി ഇബൻ അബി താലിബ്, അലി എന്നാണ് അറിയപ്പെടുന്നത്. അലിയുടെ പേരിൽ പള്ളിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അലി പിൻഗാമി ആകണം എന്ന് അലിയുടെ ചേരി വാദിച്ചു. പക്ഷെ അബൂബക്കറാണ് പിൻഗാമി ആയത്. അതാണ് സുന്നി വിഭാഗമായിട്ട് മാറുന്നത്. ആ അലിയുടെ മരുമകന്റെ ബ്രാഞ്ച് ശാഖ അതാണ് ഷിയാകളായിട്ട് മാറുന്നത്. പക്ഷെ ഷിയ എന്ന് പറഞ്ഞൊരു വിഭാഗമായിട്ട് അലിയുടെ കാലത്ത് മാറുന്നില്ല. മാത്രമല്ല അലി 4ാമത്തെ ഖലീഫയാണ്. അബൂബക്കർ ആദ്യത്തെ ഖലീഫ, അലി 4ാമത്തെ ഖലീഫ 656 മുതൽ 661 വരെ. അലിയുടെ മകൻ ഹുസൈന്റെ കാലത്ത് ആണ് ഷിയ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമായിട്ട് തിരിയുന്നത്. ഹുസൈൻ കർബല യുദ്ധത്തില് 680 കൊല്ലപ്പെട്ടു. ഈ ഖലീഫമാരെയൊക്കെ മുഴുവൻ ചോര. ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചോരയിൽ മുങ്ങി കിടക്കുകയാണ്. ഈ ഖലീഫമാരെയൊക്കെ കൊന്ന്, കൊച്ചുമക്കളെയൊക്കെ കൊന്ന്. അങ്ങനെ ഈ ഹുസൈന്റെ കാലത്ത് ആണ് കർബല യുദ്ധത്തിൽ ഹുസൈൻ മരിച്ചുപോയി 680. ഷുഹദാവ് എന്ന് പറയും. ഷാഹിദ് എന്നുള്ളതിന്റെ മലയാളമാണ് ഷുഹദാവ്. രക്തസാക്ഷിത്വം വഹിക്കുക. രക്തസാക്ഷിത്വം വഹിക്കാനായിരുന്നു മറ്റേ ഖമനയുടെ ആഗ്രഹം എന്ന് നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്. അതാണ് വലിയ കാര്യം. നല്ല ഹൂറികളുടെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ പോയിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഹുസൈന്റെ കാലത്ത് ഈ സെക്ട് ഉണ്ടായി ഷിയാകൾ. ഷിയ സുന്നി വൈരം. പിന്നെ
ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉന്മൂലനവും ഒക്കെ അതിന്റെ ഭാഗമാണ്. അങ്ങനെ ഇരിക്കെ ഇപ്പോ ഇസ്രയേലും അമേരിക്കയും കൂടി ഷിയ രാജ്യത്തിനെ ആക്രമിച്ചു. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഗൾഫിലെ സകല സുന്നി രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ അമേരിക്കൻ താവളങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ഈ സുന്നി രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കാനുള്ള കാരണം അവർ സുന്നികളാണ്, അവർ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് എന്നുകൂടി ഇറാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ആ മതവൈരം കൂടി, മതസംഘർഷം കൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഒരു വ്രണം കൂടി പൊട്ടി ഒലിക്കാനായിട്ട് ഈ ആക്രമണം കാരണമായിരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സുന്നി രാജ്യങ്ങളെ ഇങ്ങനെ ആക്രമിക്കുന്നതോടുകൂടി അവരും വല്ലാതെ ഭയപ്പെട്ടു പോയി. കാരണം ഇപ്പോൾ അമേരിക്ക ഏതൊക്കെ രാജ്യങ്ങളിലാണോ സ്വയം താവളം സൃഷ്ടിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ ഉറപ്പായിട്ടുള്ള താവളങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇറാൻ ഇന്നലെ ഈ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരൊക്കെ വളരെ സന്തോഷമാണ് കാണിച്ചത്. കാരണം ഖത്തറിന് അങ്ങനെ ഒരു പണി കിട്ടണമെന്ന്. അപ്പോൾ ഇറാൻ്റെ പ്രോക്സികളായിട്ട് കൊണ്ടുവരുന്ന ഈ പറയുന്ന കുറേ സംഘടനകളുണ്ട്, അവരുടെ നേതാക്കളെല്ലാം പോയി താമസിച്ചത് ഖത്തറിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഈ സുന്നി രാജ്യങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇനി ഇസ്ലാമിക രാജ്യങ്ങൾ രണ്ട് ചേരികളായിട്ട് മാറാനുള്ള സാധ്യത ചേരിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ദോഹയിൽ അല്ലെങ്കിൽ തന്നെ ഒരു ആക്രമണം ഇസ്രയേലിന്റെ അന്ന് നടന്നതാണ്. അതെ, ഈ നേതാക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് ദോഹയിൽ ആക്രമണം ഉണ്ടായപ്പോൾ പേടിച്ചാണ്. എന്നിട്ടാണ് സൗദിയും പാകിസ്ഥാനും തമ്മിൽ കൂട്ടുചേരുന്നത്. ആ കൂട്ട് അപ്രസക്തമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്, ഗുണമൊന്നുമില്ല. പക്ഷെ എല്ലാ കാലത്തും ഈ സൗദിക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. കാരണം ഹൂത്തികളെ ഇറാൻ ഉപയോഗിക്കുന്നത് മുഴുവൻ സൗദിയിൽ ഇപ്പൊ ആരാംകോയുടെ എണ്ണ കേന്ദ്രം തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങൾ, ഹൂത്തികൾക്ക് മിസൈൽ കൊടുക്കുന്നത് ഇറാനാണ്. ഹൂത്തികളുടെ മിസൈൽ പലപ്പോഴും വന്നിട്ട് റിയാദിലുമൊക്കെ വീഴുന്നത്, ഈ കുട്ടികൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്നതും ഒക്കെ, അവശിഷ്ടങ്ങളുടെ അടുത്ത് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. എണ്ണപ്പാടങ്ങളെ എണ്ണപ്പാടങ്ങൾ ആരാംകോയുടെ ഒക്കെ ആക്രമിക്കാറും ഒക്കെ ഉണ്ട്. പലപ്പോഴും എണ്ണ കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിക്കാറുണ്ട്. അത് ഈ സംഘർഷം മൂർച്ഛിക്കുന്നതിന് മുമ്പും ഇറാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇറാനും സുന്നി രാജ്യങ്ങളുമായിട്ട് ഒരിക്കലും ചേർന്ന് പോവുകയില്ല. അതുകൊണ്ടാണ് ഈ ഹമാസിനെ ഫണ്ട് ചെയ്തിട്ട് ഇസ്രയേലിനെതിരെ ആക്രമിച്ചപ്പോൾ വേണമെങ്കിൽ ജൂതന്മാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് സുന്നി രാജ്യങ്ങൾക്കൊക്കെ സന്തോഷിക്കാമല്ലോ. അങ്ങനെ ഉണ്ടായില്ലല്ലോ. മാത്രമല്ല 2015 ഈ എബ്രഹാം ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് ഇസ്രയേലുമായിട്ട്, ജൂതരാജ്യമാണെങ്കിലും UAE ഒക്കെ മറ്റേ ആ എബ്രഹാം ഉടമ്പടി ഒപ്പിട്ടവര് പോകുന്നുണ്ട്. ഈ ഇറാനെ പേടിച്ചത് കൊണ്ട്, ഷിയ രാജ്യമായ ഇറാനെ പേടിച്ചത് കൊണ്ട് ഇസ്രയേലുമായിട്ട് ഈ അറബ് രാജ്യങ്ങളൊക്കെ അത്യാവശ്യം സഹകരണത്തിന് പോകുമ്പോൾ എബ്രഹാം ഉടമ്പടിയിൽ മറ്റ് രാജ്യങ്ങളും സൗദിയും കൂടി ഒപ്പിടും എന്ന് തോന്നുമ്പോഴാണല്ലോ ഹമാസ് കയറി ഇറാനെ അടിച്ചത്. സൗദി എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിടാനായിട്ട് ഇസ്രയേലിനെ അടിച്ചത് അല്ലേ? അപ്പോ എന്ത് ചെയ്തു? അടിച്ചു. അപ്പോ സൗദിക്ക് ഉടനെ കയറി അതിൽ ഒപ്പിടാൻ പറ്റില്ലല്ലോ. ഇല്ല, മറ്റേ വിരോധം കിടക്കുകയല്ലോ മൊത്തത്തിൽ. അപ്പൊ അങ്ങനെ ആ അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിടുന്നതിൽ നിന്ന് സൗദിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് അന്ന് ഇറാൻ ഹമാസ് അതായത് ഇറാൻ ഹമാസിനെ കൊണ്ട് ഇസ്രയേലിനെ ആക്രമിച്ചത്. അതായിരുന്നു ആ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. അപ്പൊ അതുകൊണ്ട് ഷിയാകളും ഈ ഇറാൻ വലിയ രാജ്യമാണ്, ഈ പറഞ്ഞ പോലെ വലിയ സേനയുണ്ട്. ഈ സുന്നി രാജ്യങ്ങൾക്ക് വലിയ സേനയില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? സുന്നി രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയെ ക്ഷണിച്ചു വരുത്തി അവർ അമേരിക്കയുടെ കവചം തേടി. 8 സുന്നി രാജ്യങ്ങൾ, മറ്റേ 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനം ബഹ്റൈൻ, അൽ ഉദൈദ് സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനം, അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ 8 രാജ്യങ്ങൾ താവളം കൊടുത്തു. അങ്ങനെ അമേരിക്ക രക്ഷകനായിട്ട് വരികയാണ്. ഒരു ഷിയ രാജ്യത്തിനെതിരെ രക്ഷകനായിട്ട്, സുന്നികളുടെ രക്ഷകനായിട്ട് വന്നതാണ്. അങ്ങനെ ഈ സുന്നി രാജ്യങ്ങളുടെ ഗതികേട് കൊണ്ട് അമേരിക്കയെ ക്ഷണിച്ചു വരുത്തിയതാണ്.
മാത്രമല്ല മറ്റേ ഇറാഖ് യുദ്ധവും ഒക്കെ ഉണ്ടായില്ലേ ആ കാലത്ത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ പ്രാചീന സംഘർഷം ഉണ്ടല്ലോ 7-ാം നൂറ്റാണ്ടിലെ, അതിന്റെ മുറിവുകൾ ഉണങ്ങാതെ വീണ്ടും ഇപ്പൊ വ്രണം ഒലിപ്പിച്ച് ഈ സുന്നി രാജ്യങ്ങളെ ഈ തുറച്ചു നോക്കുകയാണ് ഈ ഷിയ ഭീകരന്റെ എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ത്താൻ എന്നുള്ള നിലയ്ക്ക് തുറച്ചു നോക്കുകയാണ് ഈ യുദ്ധം വഴി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.